ഇവിടെ വരൂ. ബണ്ണി, സർദാർ, പോപ്പട്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവരോട് മൂന്നുപേരോടും ചോദിച്ചു, എന്നോട് മാത്രം ചോദിച്ചില്ല. എന്നോട് ഞാൻ എങ്ങനെ ചോദിക്കാനാ? നീ കാരണം മാത്രമേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഇവിടെ വരൂ, മരുന്ന് കഴിക്കൂ, വായടച്ചിട്ട് പോകാൻ നോക്കൂ. അത് പിന്നെ ഞങ്ങൾക്കല്ല, ഹണിക്കാണ് പ്രശ്നം. ഇവനോട് ചോദിച്ചപ്പോ നിങ്ങളോട് മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. പറയടാ ഹണി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഉറങ്ങുന്ന സമയത്ത് കണ്ണടഞ്ഞു പോകുന്നു, എഴുന്നേക്കുന്ന സമയത്താണെങ്കിൽ കണ്ണ് തുറക്കുന്നു. കളി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം തോന്നുന്നു, പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പേ തോന്നുന്നില്ല. എടാ, ഇതൊക്കെ ഒരു പ്രശ്നമാണോടാ? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് എന്തുമാത്രം ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആദ്യം തീരട്ടെ, എന്നിട്ടാവാ നിന്റെ പ്രശ്നം. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാലും ഇവന്റെ പ്രശ്നം തീരുകയില്ല. ഒരുപക്ഷെ ഇവന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പ്രശ്നം ഉണ്ടാവുകയില്ല. എന്നാലും നീ ഇതുപോലൊരു ചോദ്യം ചോദിച്ച് എന്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാൻ നോക്കിക്കോ. പൊയ്ക്കോ. ഈ ഹാനി കാരണോ ഇതൊക്കെ സംഭവിച്ചത്? ദേഷ്യം വന്നിട്ടേ വീട്ടിൽ പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. കളിപ്പ് തീരണില്ല. വൈദ്യരെ, ദേഷ്യം തീർക്കാനുള്ള ഒരു ഗുളിക ഉണ്ടെങ്കിൽ വേഗം തരൂ. ഒന്ന് വേണ്ട, രണ്ടിടത്തോളൂ. എനിക്കും വല്ലാത്ത ദേഷ്യം വരികയാണ്. വയ്യേ കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്റെ വൈദ്യര്, എന്തെങ്കിലും ഗുളിക തരൂ. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ജോഗിങ് എനിക്ക് പോകാൻ കഴിയുന്നില്ല. എത്ര ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോണെന്ന് വിചാരിച്ചാ എനിക്ക് മുമ്പായിട്ട് എന്റെ നേളിൽ തന്നെ പോയി ചേരുകയാണ്. അത്രയ്ക്ക് ഞാൻ ക്ഷീണിച്ചു പോയിരിക്കുക. എന്നിട്ട് അടുത്ത കാര്യങ്ങൾ പറയാൻ പോലും ശക്തിയില്ല. ഞാൻ നിന്റെ അടുത്തുനിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നില്ലേ? ദാ പിടിച്ചോ, ഞാൻ നിനക്ക് തന്നത് തിരിച്ചു തന്നിരിക്കുക. നീ എത്ര നല്ലവരാണ്, തിരിച്ചു പോലും വാങ്ങുന്നില്ലല്ലോ. താങ്ക് യു കൂട്ടുകാരാ. ഇതിനുള്ള ഒരു മരുന്ന് എന്റെ കയ്യിലുണ്ട്. ആ ജീപ്പിന്റെ മൂലയില് ആ മരുന്ന് ഞാൻ വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഗുളിക കഴിച്ചാൽ ഈ പ്രശ്നം ശരിയാവും. ഞാനിപ്പോൾ മരുന്ന് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് എടുത്തു തരാൻ എനിക്ക് പറ്റില്ല. വേഗം എടുത്ത് കഴിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വാ. മൂലയിൽ ഇരിക്കുന്ന മരുന്ന് കർത്തേ, എന്റെ കൂട്ടുകാരനാ, അവന് ഞാൻ മരുന്ന് കൊടുത്തോളാം. നീ വലിയ ബുദ്ധിമാനല്ലേ, അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട. ഈ ചെറിയ ചെറിയ ജോലികൾ ഞങ്ങൾ ചെയ്തോളാം. കറുത്ത അവന്റെ മരുന്ന് അവൻ തന്നെ കഴിച്ചോളും. ഇവിടെ വരൂ. എല്ലാ മരുന്നുകളും അങ്ങനെ കഴിക്കാൻ പാടില്ല. ഒരെണ്ണം കഴിച്ചാൽ മതി. അല്ല, ഈ മരുന്ന് എന്തിനുള്ളതാണ്? മരുന്ന് മാറിയിരിക്കുകയാണ്. ഇത് അധിക ശക്തി കൊടുക്കുന്ന മരുന്നാണ്. ഇനി കർത്തയുടെ ഉള്ളിൽ ഒരുപാട് ശക്തി, ഒരുപാട് പവർ, എക്സ്ട്രാ പവർ, സൂപ്പർ പവർ ഉണ്ടാവുന്നതായിരിക്കും. ഇവൻ എന്താ ഈ പറയുന്നേ? ഇത്ര എനർജി കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും കാലം ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഓടാൻ കഴിയും. എടാ നന്ദു, നിന്റെ അസുഖങ്ങളൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഇവൻ കുലിക്കല് അകത്തുള്ളതൊക്കെ കുലുങ്ങി പോയെന്നാ തോന്നുന്നത്. ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ്. ഈ പേപ്പർ കീറിക്കളയും, സാധനങ്ങൾ പൊട്ടിക്കും, മരം ഞാൻ പിഴുതെറിയും. എന്റെ അമ്മച്ചി, മരം ഇത്രയും പെട്ടെന്ന് വളർന്നോ? എന്ത് ചെയ്യും? ഇത്രയും ശക്തി കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും? ആ ഡക്ട് ചിച്ചി ഡക്ട് ചിച്ചി ഇതാ
എടാ കറുത്ത ഫാസ്റ്റ് സ്ട്രോങ് എനർജറ്റിക് ആയിരിക്കുക. അവൻ നിയന്ത്രണം വിട്ട് എല്ലാത്തിനെയും നശിപ്പിച്ചോണ്ടിരിക്കുക. അവനെ തടയണം. വേഗം വാ. മോൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രായം തോന്നാല് ടി വി നിറങ്ങി വരാനൊന്നും പോകുന്നില്ല. അച്ഛൻ എപ്പോ നോക്കിയാലും വെറുതെ കള്ളമേ പറയാറുള്ളൂ. ലെഫ്റ്റിലേക്ക് പോവൂ. ഇല്ല, എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എനർജി പോണെങ്കിലേ നീ എന്തെങ്കിലും കളി കളിക്കണം. ക്രിക്കറ്റ് കളിച്ച് എനർജി ഞാൻ സമർപ്പിക്കാം. ഇതാ മൂന്നാമത്തെ സ്റ്റംപ്. ഇതാണ് ബോൾ. ഇനി ഇതാ പിടിച്ചോ ബാറ്റ്. ഇനി ഇതാ പിടിച്ചോ ഷോട്ട്. 2-3 വർഷം ഇവിടെ നിന്നാ മാത്രമേ ആ ബോളിനെ ക്യാച്ച് പിടിക്കാൻ പറ്റുള്ളൂ. കർത്താ എല്ലാവരുടെയും സുഹൃത്താ, ഒരു ബോളിൽ 6 സിക്സ് എന്നിട്ട് തീരുന്നില്ലല്ലോ. എന്റെ എനർജി അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എന്ത് പറ്റി? എല്ലാരും വിഷമത്തിലാണല്ലോ. എന്താണ് പറയുക? കറുത്ത ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവൻ ക്ഷീണിതനായിട്ട് ബാലുവിന്റെ അടുത്ത് വന്ന്, എന്റെ ഭായ് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ആരും ക്ഷീണിതനായി തന്നെ ഇരിക്കാം. കറുത്തയെ ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഞാനൊന്ന് വന്നേ. ജിം വർക്കൗട്ട് നല്ല ഐഡിയ തന്നെയാണ്. കൂട്ടുകാരെ എന്നെ ഒന്ന് രക്ഷിക്കടാ വേഗം. അതെ, നിനക്ക് വേണ്ടിട്ട് ചെറിയ ഒരു ടെമ്പിൾ എന്നാ പിടിച്ചോ. കൊള്ളാം. അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. എന്റെ ഭായ്, എന്റെ ജിമ്മിനകത്ത് തെർമോകോൾ ടെമ്പിൾസ് ആരാണ് കൊണ്ടുവന്ന് വെച്ചത്? മതിയായി, ഇത് വേണ്ട, ഇത് ചെയ്യാം. എല്ലാം ചെയ്ത് നോക്കി, എന്നാലും ഒന്നും ഒരു ഗുണവും ചെയ്യുന്നില്ല. ഐഡിയ, കർത്തയെ കൊണ്ട് കന്നാസാറിന്റെ കവിത കേൾപ്പിക്കാം. അതോടെ അവന്റെ ബോധം പൊയ്ക്കോളും. ഒരുപക്ഷെ കവിത അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ കന്നാസാറിന്റെ ബോധം പൊയ്ക്കോളും. സംശയമുണ്ടോ? നമുക്ക് എങ്ങനെയെങ്കിലും കറുത്തയെ നിർത്തിയേ മതിയാവൂ. പക്ഷെ അവനെ എങ്ങനെ നിർത്തും കൊച്ചളിയാ? കാലി പിടിച്ചോ അത് തലകുത്തനെ നിർത്തിയിട്ടോ? അവൻ നിന്നോടൊരു പഴഞ്ചൊല്ല് ചൊല്ലിയതാണ്. ഐഡിയ, അതിനെന്തായാലും ഒരു വഴിയേ ഉള്ളൂ. കഠിനമായിട്ട് അധ്വാനിപ്പിച്ചാൽ എനർജി പവർ പൊക്കോളും. അതെ, കഠിനാധ്വാനം ചെയ്യിപ്പിച്ച തീർച്ചയായും അവൻ എനർജി പൊക്കോളും. അതോടെ കറുത്ത നോർമൽ ആയിക്കോളും. സംശയട്ടോ? എടാ കർത്താ, നിനക്കൊരു ജോലിയുണ്ട്. ജോലി? അത് കൊള്ളാം. എന്റെ എനർജി തീർന്നു കിട്ടും. വരൂ.
കർത്തെ അവരുടെ ക്രെയിൻ റിപ്പയർ ആയിരിക്കുക. ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ട് വെക്കണം. കർത്ത എല്ലാ ജോലിയും ചെയ്ത് തീർക്കും. ഈ ആനകൾക്ക് അപ്പുറത്തേക്ക് പോണം. പക്ഷെ ബ്രിഡ്ജിലാണെങ്കിൽ വിള്ളല് വീണിരിക്കുകയാണ്. ഇവരെ കൊണ്ട് എങ്ങനെ ഇപ്പൊ പുഴ അടക്കാൻ പറ്റുക? കർത്ത എല്ലാവരുടെ സുഹൃത്താ, ഈ കറുത്ത ആനകളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. കർത്ത ഈ ബ്രിഡ്ജ് കൂടെ നമുക്ക് ശരിയാക്കി എടുക്കണം. ഞങ്ങൾ പോയി മരക്കഷ്ണങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ വളരെ മെല്ലെയാണ് ജോലി ചെയ്യുന്നത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്തു പറ്റി ഓഫീസർ? ഇവിടെ ഉണ്ടായിരുന്ന പാളങ്ങളെല്ലാം ഇളകി കിടക്കുകയാണ്. അതിനെ ഉടൻ തന്നെ ഞങ്ങൾ ശരിയാക്കി എടുക്കണം. കാരണം ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം വാ, ദാ വന്ന് നോക്ക്, ഇവിടെയാണുള്ളത്. ട്രെയിൻ കടക്കുന്നതിന് മുമ്പ് ഇതിനെ ശരി ചെയ്തെടുക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല. രണ്ടിനും ഉടൻ തന്നെ ബന്ധിപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. കർത്ത എല്ലാരും രക്ഷിക്കാൻ എന്താ വന്നു കഴിഞ്ഞു. കർത്ത
ഓ ഓ ഓ എല്ലാം തീർന്നു. ഇപ്പൊ എനിക്ക് ഒട്ടും എനർജി ഇല്ല. ഒരു കൊതുക് എന്റെ പുറത്ത് വന്നിരുന്ന പോലും ഞാൻ അപ്പ താഴെ വീഴുന്ന തോന്നുന്നു. നീ കലക്കി കർത്ത. നിന്റെ എനർജി കാരണം ലോകത്തിന് നല്ലൊരു കാര്യ ചെയ്തേ. ഞാൻ കർത്താ. നീ എല്ലാവരുടെയും സുഹൃത്താ.